നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് എയർ ചീഫ് മാർഷൽ ശ്രീ അമർപ്രീത് സിംഗിന്റെ ഒരു വീഡിയോയിലേക്കാണ്. മുഴുവൻ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അദ്ദേഹം INS മൽവാൻ എന്ന് പറയുന്ന ഇന്ത്യൻ നേവിയുടെ ആന്റി സബ്മറൈൻ പടക്കപ്പലിനെ കമ്മീഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു സ്പീച്ചിൽ ഏറ്റവും അവസാനത്തെ പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അതുതന്നെ എനിക്ക് ഔചിത്യമായിട്ട് തോന്നിയില്ല. കാര്യം അദ്ദേഹത്തെ പോലുള്ള ഒരാളല്ലായിരുന്നു അവസാനം സംസാരിക്കേണ്ടിയിരുന്നത്. എന്തായാലും ആ സംസാരം അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ തൊട്ട് ഗവൺമെന്റിന്റെ തെറ്റായ പല പോളിസികളെയും പരസ്യമായിട്ട് വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. വിമർശിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ സ്വരം അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിനുള്ള എതിർപ്പ് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഗവൺമെന്റിന്റെ നയമാണ് അത് നടപ്പാക്കി. അദ്ദേഹം അതിനെ എതിർത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് അദ്ദേഹത്തിന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇവിടെ അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വെപ്പൺ ഡിലേഡ് ഈസ് വെപ്പൺ ഡിനൈഡ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന് ആവശ്യത്തിനുള്ള യുദ്ധോപകരണങ്ങളും വിമാനങ്ങളും അതിന്റെ ആക്സസറീസും കിട്ടാതായിട്ട് അത് ഡിലേ ആയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇത് ശ്രീ AK ആന്റണിയുടെ കാലത്ത് തുടങ്ങിയ ഒരു സംഭാവനയാണ് ഈ ഡിഫൻസ് സൈഡിലേക്കുള്ള ഒരു തഴയം. അതാണ് അദ്ദേഹം വളരെ ഗൗരവതരമായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം നമുക്ക് എയർഫോഴ്സിന് വേണ്ട മിക്കവാറും സാധനങ്ങൾ അദ്ദേഹം നേവിയെ ഏറ്റവും അനുമോദിക്കുകയാണ്. കാര്യം നേവിക്ക് വേണ്ട എല്ലാ യുദ്ധോപകരണങ്ങളും സമയാസമയം കിട്ടുന്നു. അത് അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നമ്മൾ അവരെ കണ്ടുപഠിക്കണം. നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആർമി എയർഫോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട്, ഏതർ വി ആർ ഇൻ ബ്ലൂസ് അതായത് എയർഫോഴ്സ്, ഓർ ഇൻ വൈറ്റ്സ് നേവി, ഓർ ഇൻ OGs അതായത് ഒലീവ് ഗ്രീൻസ് അത് ആർമി ഉദ്ദേശിച്ചിട്ടാണ്. നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. പക്ഷേ അതിന് വേണ്ട സഹായം ഗവൺമെന്റൽ ഏജൻസീസിൽ നിന്ന് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ ഗവൺമെന്റൽ ഏജൻസി എന്ന് പറയുന്നതിന് കാരണം HAL ആണ് ഏറ്റവും കൂടുതൽ ഡിലേസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം. HAL-നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഓർഡേഴ്സ് അവരുടെ കയ്യിലുണ്ട്. അതൊന്നും അവർക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റുന്നില്ല. മുൻപ് അവിടെ അദ്ദേഹം വേറെ ഒരു എക്സാമ്പിളൂടെ പറയുന്നുണ്ട്. ആർമിയുടെ എയർഫോഴ്സ് നേവിയുടെ മുൻ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർമെന്റിന് ശേഷവും അവർ ഈ കാര്യത്തിൽ ഒരുപാട് സഹായം നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം, മുൻപ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും വിരമിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരുപാട് വർഷം പ്രാവീണ്യമുള്ള ആൾക്കാരായിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ തലപ്പത്ത് എപ്പോഴും വെക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് 90കളുടെ അവസാനം അത് മാറിയിട്ട് പ്യൂർ സിവിലിയൻസിനെ HAL-ന്റെ തലവന്മാരാക്കി വെച്ചപ്പോൾ അവർക്ക് ബിസിനസ്സും കൊമേഴ്ഷ്യലായിട്ടുള്ള ലാഭവും ഓഹരിയുടെ വിലയുമല്ലാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധോപകരണങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുന്നതിനകത്ത് ഉള്ള ശ്രദ്ധക്കുറവാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ വിഷയം. ഈ വിഷയം നമ്മൾ വളരെ വളരെ കാര്യമായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം കഴിഞ്ഞ തലമുറയിലെ 2000-ന് മുമ്പ് ഉള്ള തലമുറയിലെ യുദ്ധങ്ങൾ ജയിച്ചിരിക്കുന്നത് ആർമി ആയിരിക്കാം. പക്ഷേ ഓപ്പറേഷൻ കാർഗിൽ തൊട്ട് നമ്മൾ പൂർണ്ണമായിട്ടും തെളിയിച്ചിട്ടുണ്ട്, യുദ്ധം ജയിക്കുന്നതിന് എയർഫോഴ്സിന്റെ പങ്ക് അനിവാര്യമാണ്. അതില്ലാതെ നമുക്ക് ഒരു ഇഞ്ച് പോലും ആർമിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നേവിക്കും എയർഫോഴ്സിന്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പൊ നമ്മുടെ തേജസ് ആയാലും മറ്റ് അഡ്വാൻസ് വിമാനങ്ങളായാലും നമ്മൾ ഷെഡ്യൂളിനനുസരിച്ചിട്ടുള്ള ഡെലിവറി നടക്കുന്നില്ല. തേജസ് ഇതുവരെ 6 എഞ്ചിനാണ് ഇതുവരെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. HAL അതിന്റെ ബാക്കി പാർട്സ് നിർമ്മിക്കുന്നുണ്ടാവും. പക്ഷേ എഞ്ചിനില്ലാതെ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 22 എഞ്ചിനാണ് ഈ വർഷം നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. 2026 ഷെഡ്യൂൾ 5 എണ്ണം പോലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മളിൽ നിന്ന് ഡിലീറ്റായി പോകുന്ന ഒത്തിരി വിമാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്. അതിന് പകരം ഉള്ള യുദ്ധവിമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടത് തേജസിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് HAL-ആണ് ചെയ്യേണ്ടത്. അതിന് പിന്നെ അതേപോലെ തന്നെ Su-30 വിമാനങ്ങളുടെ മോഡിഫിക്കേഷനും അതിന്റെ തന്നെ സൂപ്പർ സുഖോയാക്കുന്നതിന്റെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും HAL-നെ ഏൽപ്പിച്ചാൽ സമയത്തിന് ചെയ്യില്ല എന്നാണ് എയർ ചീഫ് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ HAL അബ്സോർബ് ചെയ്യുന്നതിൽ കാണിക്കുന്ന വീഴ്ച അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്, എന്നാൽ വളരെ ലാഘവത്തോടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: റിട്ടയർഡ് ആയിട്ടുള്ള സീനിയർ എയർഫോഴ്സ് എഞ്ചിനീയർമാരെ HAL-നകത്ത് നിയമിച്ചാൽ മാത്രമേ ഇങ്ങനൊരു സ്ഥാപനത്തിനെ കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് ഗുണമുണ്ടാവും. നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇന്ത്യൻ എയർഫോഴ്സിന് HAL-ന് പകരം വേറൊരു ഏജൻസി ഇതൊന്നും ചെയ്യുന്നില്ല. വേറെ ഒരാളെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോ സിംഹക്കൂട്ടിൽ കിടന്ന് ഗർജിക്കുന്ന ഒരു സിംഹത്തെയാണ് നമ്മൾ കാണുന്നത്. അതിന് വേറെ വഴിയൊന്നുമില്ല, ഗർജിക്കാൻ മാത്രമേ കഴിയുള്ളൂ. കാര്യം 4 വശവും കൂട്ടിയിരിക്കുക. കാര്യം അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഗർജിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അദ്ദേഹം ഗർജിക്കുന്നുണ്ട്. ആ ഗർജനം കേൾക്കണം. കേട്ടില്ലെങ്കിൽ രാജ്യത്തിന് വരാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഓർത്തിരിക്കണം. നന്ദി, നമസ്കാരം.